ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 79/2017 ആണ്. LDC 2017 നടന്ന ഇടുക്കി, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ആൻസർ ഓപ്ഷൻ ബി, വ്യാഴം. വ്യാഴമാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. 32. ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടനാണ് ഭൂഗുരുത്വാകർഷണത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. 33. സൗര സ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? ആൻസർ ഓപ്ഷൻ ഡി, ചുവപ്പ്. ഇത് ശ്രദ്ധിച്ച് പഠിച്ചോളൂ, ഈ വരുന്ന എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. സൗര സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ ചുവപ്പാണ്. 34. അലുമിനിയത്തിന്റെ അയിരേത്? ആൻസർ ഓപ്ഷൻ ബി, ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ അയിര്. ഇത് നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നോക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ തന്നെ അറിയാം എത്ര ക്വസ്റ്റ്യൻസുകൾ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ. ഇനി 35ാമത്തെ ചോദ്യം. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഇലക്ട്രോൺ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. 36. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ, ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. 37. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഗതികോർജമാണ്. ഗതികോർജമാണ് ചലനം മൂലമുണ്ടാകുന്ന ഒരു വസ്തുവിന് ചലനം മൂലമുണ്ടാകുന്ന ഊർജം ഏതാണെന്ന് ചോദിച്ചാൽ ഗതികോർജമാണ്. 38. താപനിലയുടെ യൂണിറ്റ് എന്ത്? ആൻസർ ഓപ്ഷൻ സി, ജൂളാണ്. താപനിലയുടെ അല്ല, താപത്തിന്റെ യൂണിറ്റ് ഏതെന്നാണ്? ജൂളാണ്. ഇനി 39ാമത്തെ ചോദ്യം. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതെന്നുള്ളതാണ്. 39 ശ്രദ്ധിച്ചു കേൾക്കണം. ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഡെസിബൽ മീറ്റർ ആണ്. ഡെസിബൽ മീറ്റർ ആണ് ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം. 40. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ബാക്ക്ലൈറ്റ് ആണ്. ബാക്ക്ലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ബാക്ക്ലൈറ്റ് ആണ്. 41ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതെന്നുള്ളത് PSC ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി 42ാമത്തെ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, റിക്കറ്റ്സ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാം ഈ ഒരു ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അയിരിന്റെ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് പഠിക്കുക. ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കി പഠിക്കുക. കാരണം അത് ഇനിയും PSC ആവർത്തിക്കാൻ സാധ്യതയുള്ളതായിരിക്കും. ഇനി 43. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, പീച്ചി ആണ്. പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി 44. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏതാണ്? ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏതാണെന്ന് ചോദിച്ചാൽ ബാക്ടീരിയയാണ്. ബാക്ടീരിയയാണ് ടൈഫോയിഡിന് കാരണമായ രോഗകാരി എന്ന് പറയുന്നത്. 45. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷമാണ് ഓപ്ഷൻ എ, 1961. 1961 കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത്. 46. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? ആൻസർ ഓപ്ഷൻ ബി, മീഥെയ്ൻ മെർക്കുറിയാണ്. മീഥെയ്ൻ മെർക്കുറിയാണ് മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു. അപ്പൊ മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണെന്ന് ചോദിക്കുകയാണ്. മീഥെയ്ൻ മെർക്കുറിയാണ്. 47. ആൽഗകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, ഫൈക്കോളജി. ഫൈക്കോളജി എന്നാണ് ആൽഗകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഫൈക്കോളജി എന്നാണ്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? അത് ഓപ്ഷൻ ഡി ആണ്, KK ശൈലജ. 49.
ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് കേരളത്തിലുള്ളത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ തെന്മലയാണ്. ഇനി അവസാനത്തെ ചോദ്യം, 50-ാമത്തെ ചോദ്യം. അന്താരാഷ്ട്ര പയർ വർഷമായി ആചരിച്ച വർഷം ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി 2016. 2016 അന്താരാഷ്ട്ര പയർ വർഷ ദിനമായിട്ട് ആചരിച്ചത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഏകദേശം 19 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വെച്ച് ഡൗൺലോഡ് ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ 20 ക്വസ്റ്റ്യൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് തന്നെ മനസ്സിൽ പതിഞ്ഞിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.